കൊലപാതകവും മോഷണവും പെരുകുന്നു. കണ്ണടയ്ക്കുന്ന നിയമപാലകർ. ജനങ്ങൾക്ക് സഹായം ചെയ്യേണ്ടവർ തന്നെ തട്ടിപ്പ് നടത്തുമ്പോൾ. നോക്കാം ഈ വാരത്തെ വാർത്താ കാഴ്ചകൾ. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ ക്രൂര കൊലപാതകമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഇടം നേടിയത്. ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്ത TTEയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ക്രൂര കൊലപാതകം. സ്വന്തം ജോലി ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് ചിന്തനീയമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിഹാര കേന്ദ്രമായി കേരളം മാറുകയും ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് ചർച്ചയാകുന്നത്. ചൊവ്വാഴ്ച രാത്രി 7 മണിക്കാണ് കേരളത്തെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത്. എറണാകുളം പട്ന എക്സ്പ്രസിൽ റിസർവ് കോച്ചിൽ കയറിയ യാത്രക്കാരനോട് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് കൊലപാതകം. ടിക്കറ്റില്ലെങ്കിൽ പിഴയടയ്ക്കണമെന്ന് പറഞ്ഞതിന് ഒഡീഷ സ്വദേശി രജനികാന്ത TTEയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടത് എന്നാണ് FIR. ട്രെയിനിന്റെ 11ാമത് കോച്ചിന്റെ പിന്നിൽ വലതു ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന TTEയെ പ്രതി പിന്നിൽ നിന്ന് 2 കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും FIRൽ പറയുന്നു. IPC 302 വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് 1000 രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് TTEയെ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടത് എന്നാണ് പ്രതി രജനികാന്ത പോലീസിനോട് പറഞ്ഞത്. തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് TTE വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടത് എന്നാണ് രജനികാന്ത പറയുന്നത്. വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു. അതേസമയം പ്രതി ജോലി ചെയ്തിരുന്നത് കുന്നംകുളത്താണ്. പാറമ്പാടത്തെ സ്വകാര്യ ബാറിലാണ് പ്രതി ക്ലീനിംഗ് ജോലിക്കാരനായി ജോലി ചെയ്തു വന്നിരുന്നത്. 2 മാസം മുൻപാണ് ഇവിടെ ഇയാൾ ജോലിക്ക് പ്രവേശിച്ചത്. ബാറിൽ ജോലിക്കെത്തിയ പ്രതി അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നതായി ബാറിലെ മാനേജർ ജോർജ് പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഒഡീഷ സ്വദേശിയായ പ്രതി വീട്ടിലാക്കിയാണെന്നും പറഞ്ഞാണ് ബാറിൽ നിന്നും ഇറങ്ങിയത്. തുടർന്ന് യാത്രയ്ക്കിടെ ട്രെയിനിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലാണ് TTEയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. 2 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലീനിങ് സെക്ഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്ററിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ വന്ന സമയത്ത് പുള്ളി കാലിലൊരു വെച്ചുവിട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് രാവിലെ. അപ്പം അന്നേരം തന്നെ ഞാൻ അക്കൗണ്ട്സ് വിളിച്ച് പറഞ്ഞു അവൻ്റെ സാലറി കൗണ്ട് ചെയ്ത് വീട്ടിൽ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. ഒരു കൊല്ലത്തോളം അയാളൂടെ ഇല്ല, 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി? ഇല്ല, ഇന്നലെ പോയതാ. ഇന്നലെ രാവിലെ 11 മണിക്ക് പോയതാ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യത്തെ ഇരയല്ല വിനോദ്. ഇതിനു മുമ്പും പല സംഭവ വികാസങ്ങളും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജോലിക്കായി കൂട്ടത്തോടെ ഇതര സംസ്ഥാനത്തു നിന്ന് കേരളത്തിൽ കുടിയേറുന്ന തൊഴിലാളികളുടെ പശ്ചാത്തലം എന്താണെന്ന് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പുറത്തുവരുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിച്ച് മാത്രം തൊഴിലാളികളെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന് സർക്കാർ മുൻകൈയെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിക്കേണ്ടി വരും. തിരക്ക് എവിടെയുണ്ടോ അവിടെ മോഷ്ടാക്കളുണ്ട്. മറ്റുള്ളവരുടെ അധ്വാനം അടിച്ചുമാറ്റി സുഖലോലുപരായി ജീവിക്കുന്ന കൂട്ടം. നാട്ടുകാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് ആരാണ്? വലുതായി ചിന്തിക്കാതെ തന്നെ നമുക്കറിയാം നിയമപാലകരാണെന്ന്. ഇനിയിപ്പോ ഇക്കൂട്ടർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ലെങ്കിലോ? ആവശ്യം ജനങ്ങളുടേതാണല്ലോ. അപ്പോൾ അവർ തന്നെ രംഗത്തിറങ്ങണം. പിന്നീട് സംഭവിച്ചത് എന്താന്ന് കാണാം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് ദിവസങ്ങളായി തുടർക്കഥയാണ്. പോലീസിനോട് നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നേരമില്ല എന്ന നിലപാടിലായിരുന്നു നമ്മുടെ ഏമാന്മാർ. വൈകിട്ട നാട്ടുകാർ ഒടുവിൽ പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചപ്പോഴോ പ്രതിയെ ഉദ്യോഗസ്ഥർ വെറുതെ വിട്ടയക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ക്ഷേത്രത്തിന്റെ 4 നടകളിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ 2 ആഴ്ചയായി പണവും സാധനങ്ങളും മോഷണം പോകുന്നത്. നിരവധി പേർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായിരുന്നില്ല. മോഷണ സമയത്തെ CCTV ദൃശ്യങ്ങളും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നാട്ടുകാർ പോലീസിനെ കൈമാറിയിരുന്നു.
ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാനാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ മോഷ്ടാവിന് വേണ്ടി വലവിരിച്ചു. പടിഞ്ഞാറേ നടയിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനത്തിൽ നിന്നും പണം മോഷ്ടിക്കുന്നതിനിടെ നാട്ടുകാർ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തിയെങ്കിലും മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ല. മോഷ്ടാവിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. മോഷ്ടാവിനെ ജീപ്പിൽ കയറ്റാൻ വിസമ്മതിച്ച പോലീസ് നാട്ടുകാരുടെ വാഹനത്തിൽ സ്റ്റേഷനിലെത്തിക്കാനും ആവശ്യപ്പെട്ടു. നാട്ടുകാർ മർദ്ദിച്ച് അവശനായതിനാലാണ് മോഷ്ടാവിനെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം വിവാദമായതോടെ മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. പോലീസിന് പിടികൂടാൻ കഴിയാതിരുന്ന മോഷ്ടാവിനെ നാട്ടുകാർ പിടിച്ചു നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ന്യായമുണ്ട്. നിയമപാലകർക്ക് സ്വന്തം ജോലിയെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലെങ്കിൽ നാട്ടുകാർ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കാരണം ആവശ്യം ജനങ്ങളുടേതായി പോയില്ലേ. എന്നിട്ടോ കയ്യിൽ കൊണ്ടുകൊടുത്ത പ്രതിയെ വിട്ടയച്ചതിന്റെ ഔചിത്യമാണ് മനസ്സിലാവാത്തത്. തങ്ങൾക്ക് ചെയ്യാൻ അറിയാത്ത പണി മറ്റുള്ളവർ ചെയ്തതിന്റെ അരിശം തന്നെയല്ലേ ഈ നടപടിക്ക് പിന്നിലെന്ന് സംശയിക്കാതിരിക്കാനും വകയില്ല. സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ക്ഷേമ പെൻഷൻ. പെൻഷൻ മുടങ്ങിയതിന്റെ കലിപ്പിലാണ് ഇപ്പോൾ പലരും. പക്ഷേ ആഴ്ചവട്ടം ഇപ്പോൾ പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ കാരണങ്ങളല്ല, മരിച്ച് മണ്ണടിഞ്ഞിട്ടും ആ വ്യക്തിയുടെ പെൻഷൻ തട്ടിയെടുത്ത ഒരു കഥയാണ്. ഈ പെൻഷൻ തട്ടിയെടുത്ത വ്യക്തി ഒരു ജനപ്രതിനിധിയാണെന്നതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി ചെയ്തിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2019 പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയും മരിച്ച അബ്ദുള്ളയുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ പെരുമുക്കിലെ പൊതുപ്രവർത്തകരെ സമീപിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആലങ്കോട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിലാണ് മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ 2020 സെപ്റ്റംബർ വരെ കൈപ്പറ്റിയതായി അറിയുന്നത്. കേരള സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ പെരിഞ്ചേരിയിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ വ്യക്തി 2019 ഡിസംബർ 17-ാം തീയതി മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ 2020 വരെ അദ്ദേഹത്തിന്റെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ പരിശോധന രേഖ ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് അവിടുത്തെ മെമ്പറാണ്, കോൺഗ്രസിന്റെ മെമ്പറാണ്, മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ അവർക്ക് ലഭിക്കാതെ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 18ാം വാർഡ് മെമ്പറായ ഹക്കീം പെരുമുക്ക് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇയാൾ നേരത്തെ ആലങ്കോട് കൃഷിഭവനിൽ സ്വന്തം മാതാവിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരുന്നതായും പറയുന്നു. പിന്നീട് പണം തിരിച്ചടച്ച് അവസാനിപ്പിക്കുകയായിരുന്നുവത്രേ. അതുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനപ്രതിനിധിയുടെ തട്ടിപ്പ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും വിജിലൻസിലും സംസ്ഥാന സഹകരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGP രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത CPM എടപ്പാൾ ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ആരിഫ നാസർ, ആലങ്കോട് ലോക്കൽ കമ്മിറ്റി മെമ്പറും പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പറുമായ കരുണാകരൻ എന്നിവർ പറഞ്ഞു. ഒരു ജനപ്രതിനിധിക്ക് നിരക്കാത്ത കാര്യമാണ് ചെയ്തതെന്ന് വ്യക്തം. മരിച്ചുപോയ ഒരാളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ആ പണം കൈപ്പറ്റുന്നത് തരം താണ പ്രവൃത്തിയാണെന്നതിൽ തർക്കമൊന്നുമില്ല. ജനങ്ങൾക്ക് സേവകരാകേണ്ട ജനപ്രതിനിധി ഇത്തരം കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് ശരിയാണോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. ഒരു പക്ഷേ ഉത്തരം കിട്ടിയേക്കാം. റോഡ് നന്നായാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണത്തിൽ പുതിയ രീതികൾ പരീക്ഷിക്കുന്നതിലും തെറ്റില്ല. സംസ്ഥാനത്ത് ആദ്യമായി അത്തരത്തിലുള്ള പരീക്ഷണം നടത്തുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലാണ്.
എന്താണ് ഈ നിർമ്മാണ രീതി എന്ന് നോക്കാം. ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗിച്ച് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണമാണ് നടത്തുന്നത്. കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതി അവലംബിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. റോഡിന്റെ 1.2 കിലോമീറ്റർ നീളത്തിലും 9 മീറ്റർ വീതിയിലും ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാബ് പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജിയോ ടെക്സ്റ്റൈൽ വിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നത് മൂലം പരിസ്ഥിതി സൗഹാർദ്ദ പ്രവൃത്തി കൂടിയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക നിർമ്മാണ രീതികൾക്ക് മാതൃക എന്ന നിലയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂരിൽ നിന്നും കേരളത്തിന്റെ ഉത്തരമേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും 4 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാനാവും. ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗിച്ചിട്ടുള്ള റോഡിന്റെ പ്രവൃത്തികൾ പട്ടിക്കര മുതൽ ചിറനല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഏപ്രിൽ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 2018-19 വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനല്ലൂർ, കൂമ്പുഴ ഭാഗങ്ങളിലെ റോഡിന്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അംഗീകരിച്ച ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതി അവലംബിച്ചിട്ടുള്ളത്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണിത്. കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡപ്രകാരം 12 മീറ്റർ വീതിയിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ജനുവരി 16 മുതൽ പ്രവൃത്തി ആരംഭിക്കുകയും IRC മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കലുങ്കുകളുടെയും കാനകളുടെയും റോഡിന്റെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ 2.5 കിലോമീറ്റർ ദൂരം ടാറിങ്ങും 13 കലുങ്കുകളും 2 കിലോമീറ്ററോളം കാനകളും ചെയ്യാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ പുരോഗമിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ 3 മാസത്തിനുള്ളിൽ യാത്ര സുഗമമാകും. പരിസ്ഥിതി സൗഹാർദ്ദപരമായി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുതിയ മാതൃക കൊണ്ടുവരുന്നത് അഭിനന്ദനീയമാണ്. അസംസ്കൃത വസ്തുക്കൾ പരമാവധി കുറച്ചുകൊണ്ടുള്ള ഈ രീതി ബലവത്താകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചൂട് ചൂടേന ശാന്തി. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഒരാശ്വാസത്തിന് മഴ പോലും കനിയുന്നില്ല. വെള്ളമില്ലാതെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കർഷകരാണ്. ഏറെ പ്രതീക്ഷയോടെ ഇറക്കിയ കൃഷി വെള്ളമില്ലാതെ നശിക്കുന്നത് നോക്കി നിൽക്കാനേ ഇവർക്കാകുന്നുള്ളൂ. ഇനി എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചും കർഷകർക്കറിയില്ല. കാലാവസ്ഥ ചതിച്ചു. ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു. കോടികളുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത്. കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ, മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ. ഒരേക്കർ കൃഷി ചെയ്യാൻ 40,000 രൂപയോളം കർഷകർ ചെലവിടണം. കടമെടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത്. 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത്. തുലാം, വൃശ്ചിക മാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി 1 മാസം വൈകി നടത്തിയതാണ് കൃഷി നാശത്തിനിടയാക്കിയത്. വൃശ്ചിക മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത്. കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്ത് കൃഷി ഇറക്കാൻ കഴിയാതായി. പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് 1 മാസം വൈകി ഇവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത്. കൂടാതെ 100 അടിത്തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി. 100 അടിത്തോട്ടിൽ നിന്നും പൊന്തയും മറ്റും നീക്കിയതല്ലാതെ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് കർഷകർ പറയുന്നത്. തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ. 40 വർഷമായി തരിശു കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് 3 വർഷം മുമ്പാണ് കൃഷി ഇറക്കി തുടങ്ങിയത്. ഈ 3 വർഷവും ഇവിടെ കൃഷി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു. തോടിന് ആഴം കൂട്ടിയും വെള്ളം പമ്പ് ചെയ്യാൻ വലിയ മോട്ടോറുകളും പെട്ടിയും പറയും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തുലാം ആദ്യവാരത്തിൽ തന്നെ കൃഷി ഇറക്കി നാശനഷ്ടമില്ലാതെ കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ കടമകൾ തീർക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ മേഖലയിൽ നടത്തുന്നതെന്നാണ് കർഷകരുടെ ആരോപണം. തുലാമാസത്തിൽ തന്നെ വലിയ ഇവിടെ മുട്ടി വെള്ളം ഫുള്ള് കിടക്കുന്ന ടൈമിൽ വലിയ പമ്പുകൾ വെച്ചിട്ട്, സബ്മേഴ്സിബിൾ പമ്പോ അല്ലെങ്കിൽ പെട്ടിമറകൾ വെച്ചിട്ട് വെള്ളം വറ്റിച്ച് തുലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 40 കൊല്ലത്തോളം തരിശ് കിടന്ന ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമാക്കിയിട്ട് 3-ാമത്തെ വർഷം അത്. ഈ 3 വർഷം നമുക്ക് ഇതേ ഗതികേടാണ് സംഭവിച്ചത്.
കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇതിൻ്റെ അധികാരികളോട് ഇപ്പോൾ ഈ 500 ഏക്കറോളം മേലെ ഉണങ്ങിക്കിടക്കുന്നത് വളരെ ദയനീയമായ, കൃഷിക്കാരെല്ലാവരും കടക്കെണിയിലായി വളരെ പ്രയാസത്തിലാണ്. വെള്ളം കിട്ടാനുള്ള മാർഗമുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്ന് അധികാരികൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കി കൊടുക്കുകയും വേണം. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കൃഷി നിലനിൽക്കുകയും കർഷകർ കൃഷി ഇറക്കാൻ മുന്നോട്ട് വരികയുമുള്ളൂ. അതുകൂടി ഓർമ്മ വെച്ചാൽ നല്ലത്. ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണ് ചില കാര്യങ്ങൾ. കാര്യം നടന്നെങ്കിലും അത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു. റോഡ് സഞ്ചാരയോഗ്യമായെങ്കിലും വാഹനങ്ങൾ കയറ്റാനും ഇറക്കാനും കഴിയാത്ത സാഹചര്യമാണ്. പല തവണ പരാതി പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ് പ്രദേശവാസികൾ. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പെരിയമ്പലം ബീച്ച് റോഡ് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞത്. റോഡ് ഉയരം കൂടിയതിനാൽ വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും പറ്റുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാർഡ് മെമ്പർ KH ആബിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം നിവേദനം നൽകി. റർബൻ മിഷൻ ഫണ്ട് 73 ലക്ഷം രൂപ ഉപയോഗിച്ച് 823 മീറ്റർ നീളത്തിൽ BMBC നിലവാരത്തിലാണ് റോഡ് പണിയുടെ ടാറിംഗ് പ്രവർത്തനം നടത്തിയത്. 3 വർഷം മുമ്പാണ് പുന്നിയൂർക്കുളം പഞ്ചായത്ത് പെരിയമ്പലം ബീച്ച് റോഡിന് ടാറിടാൻ 50 ലക്ഷം രൂപ അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിരവധി തവണ ടെൻഡർ വെച്ചിട്ടും പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ എത്താത്തതിനാൽ പദ്ധതി നടന്നില്ല. നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതിനാൽ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കണമെന്ന് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തുക പഞ്ചായത്ത് വർദ്ധിപ്പിച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആരും എത്തിയില്ല. എസ്റ്റിമേറ്റ് തുകയിലെ വർധനവും മരാമത്ത് വകുപ്പിനുള്ള സെൻസിംഗ് ചാർജ് പഞ്ചായത്തിനോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അടയ്ക്കാൻ വൈകിയതാണ് പിന്നീടുണ്ടായ പ്രശ്നം. പിന്നീട് കഴിഞ്ഞ നവംബറിലാണ് പഞ്ചായത്ത് അധിക ചാർജ് അടച്ചത്. 823 മീറ്റർ നീളത്തിനിടയ്ക്ക് ഒരു കൾവർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതിനുള്ള തുക എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കാത്തതിനാൽ വാർഡ് മെമ്പർ ഇടപെട്ട് 7 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് കൾവർട്ട് നിർമ്മാണവും അതിനു പരിസരത്ത് കാനയും നിർമ്മിച്ചിരുന്നു. 100 കണക്കിന് സന്ദർശകർ എത്തുന്ന പെരിയമ്പലം റോഡ് പൊളിഞ്ഞതിനാൽ ഇവിടേക്ക് സന്ദർശകർക്ക് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല സന്ദർശകരുടെ വരവിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്ക് സാമ്പത്തിക പ്രയാസവും ഉണ്ടായി. ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് റോഡ് പണികൾ നടത്തിയത്. പെരിയമ്പലം ബീച്ച് റോഡ് നവീകരണ പ്രവൃത്തി കഴിയുന്നതോടുകൂടി പെരുന്നാൾ, വിഷു എന്നീ വിശേഷ ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം കൂടുമെന്നും അതുവഴി വ്യാപാരത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇവിടത്തുകാർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ടാറിംഗ് പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള ഇരു സൈഡുകളിലും കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തിട്ടില്ല. ഇതുമൂലം വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് വർക്കുകൾ ചെയ്ത് തീർത്ത് പ്രദേശവാസികളുടെ ദുരിതം അകറ്റണമെന്ന് വാർഡ് മെമ്പർ KH ആബിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം അറിയിച്ചു. റോഡ് പണി കഴിയുന്നതോടെ തങ്ങളുടെ ജീവിതമാർഗമായ കച്ചവടം ലാഭമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വ്യാപാരികൾക്കാണ് ഇപ്പോൾ റോഡ് പണി തിരിച്ചടിയായത്. വാഹനങ്ങൾ ഇറക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കച്ചവടവും നടക്കുന്നില്ല. എത്രയും വേഗം റോഡിന് ഇരുവശവും ശരിയാക്കി ആളുകൾക്ക് വരാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരു സംസ്കാരത്തിന്റെ, ദേശത്തിന്റെ ഹൃദയ തുടിപ്പുകളാണ് നാടകം. ഒരു കാലത്ത് കാണികൾ നെഞ്ചേറ്റിയിരുന്ന നാടകം ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണെങ്കിലും നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ നാടകത്തിന്റെ ആദ്യകാല പ്രതാപത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. നാടകത്തിന്റെ ഈറ്റില്ലമായ വേലൂരിൽ പ്രൗഢഗംഭീരമായാണ് ഇത്തവണയും നാടകോത്സവം നടക്കുന്നത്. 7ാമത് വേലൂർ ഗ്രാമക നാടകോത്സവത്തിന് വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് തുടക്കമായത്. നാടകോത്സവത്തിലെ ആദ്യ നാടകം കവചിതം പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. പഞ്ചമി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യത്തിനും അഴിമതിക്കുമെതിരെയുള്ള പൊട്ടിത്തെറിയായി മാറി. ഇന്ത്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സോക്രട്ടീസ് കൃഷ്ണൻ വാലത്തിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ് കവചിത നാടകം. എഴുത്തിന്റെ ലോകത്ത് അഗ്നിപർവ്വതുല്യമായ അവസ്ഥയിൽ കഴിയുന്ന എഴുത്തുകാരന്റെ പൊട്ടിത്തെറിയായാണ് നാടകത്തെ കാണുന്നത്. ജനാധിപത്യം നിലനിൽക്കുകയും ആ ലോകത്ത് അധർമ്മികളും ചൂഷകരും ഏകാധിപതികളും പുതിയ അധികാരതലങ്ങൾ സൃഷ്ടിക്കുകയും അഴിമതി കൊടികുത്തി വാഴുന്ന പുതിയ വാണിജ്യ സംസ്കാരത്തെ തുറന്നുകാട്ടുന്നതായി മാറി നാടകം. നാടകങ്ങളുടെ ഹൃദയത്തുടിപ്പുകളായ നാടക കളരിയെ അനുസ്മരിപ്പിക്കുന്ന അഭിനയ പരിശീലന കളരിക്ക് വേലൂരിൽ തുടക്കമായി.
നാടകത്തെ അടുത്തറിയുന്ന, സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ച് 7ാം വർഷവും പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ നാടകരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് ഇതിനു പിന്നിൽ പ്രയത്നിക്കുന്നത്. പുതിയ കഥാകൃത്തുക്കളെയും നടീനടന്മാരെയും വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന പരിശീലന കളരിയിൽ വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികളാണ് പങ്കെടുക്കുന്നത്. 10 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കളരിയിൽ നിരവധി പ്രമുഖർ ക്ലാസുകൾ നയിക്കും. ആടിയും പാടിയും അഭിനയിച്ചും നാടകത്തെ മനസ്സിലാക്കുന്നതിന് കുട്ടികൾക്ക് കളരിയിലൂടെ സാധിക്കും. വേലൂരിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയാണ് നാടകോത്സവത്തിനോടൊപ്പം അഭിനയ പരിശീലന കളരി എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. അതോടൊപ്പം തന്നെ നാടകോത്സവ വേദിയിൽ കാണികളെ സ്വാഗതം ചെയ്യാനുള്ള ശില്പങ്ങളും ശ്രദ്ധേയമായി. നാടകപ്രവർത്തകരും ചിത്രകാരന്മാരും ശില്പികളും ഒന്നായി ചേരുന്ന ഗ്രാമകം നാടകോത്സവം വേലൂരിന്റെ തനത് സ്വഭാവങ്ങളിലൊന്നാണ്. നാടകരംഗവും ശില്പകലയും രണ്ടല്ല, ഒന്നാണ്. വേലൂരിൽ ഇവ രണ്ടും പണ്ടുകാലം മുതൽ പരസ്പരം ചേർന്നു പോയിരുന്നു. നാടകപ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും ശില്പകലയിലും കഴിവു തെളിയിച്ചവരായിരുന്നു. അതുകൊണ്ടുതന്നെ ശില്പങ്ങൾ നാടകമായി മാറുന്ന കാഴ്ചയും ഇവിടെ അന്യമല്ല. ശില്പകലയും ചിത്രകലയും നാടകവും ഒത്തുചേർന്നപ്പോൾ വേലൂർക്കാർക്ക് പുതിയ ഒരു അനുഭവമാണ് നൽകിയിരുന്നത്. ആ സംസ്കാരം പിൻപറ്റിയ ഗ്രാമകം നാടകോത്സവത്തിൽ ശില്പങ്ങൾ ഇക്കാലമത്രയും കാണികളുടെ സമന്വയം തീർത്ത കാഴ്ചയാണ് നൽകിയത്. നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ പ്രയത്നമാണ് നാടകോത്സവത്തിന് പിന്നിൽ. വളർന്നുവരുന്ന തലമുറയെ കൂടി നാടകത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിപ്പിക്കാനുള്ള പരിശീലനം കൂടി ഇവർ നടത്തുന്നുണ്ട്. കാലം മാറിയാലും കല നശിക്കാത്തതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരം നാടകവേദികൾ. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ സമാപിക്കുന്നു. അടുത്ത വാരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.